സോ വി ഹാവ് എ കോൺകേവ് മിറർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, പോള്, ഫോക്കസ്. മൂന്നാൾക്കാരും ഇല്ലാണ്ട് പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ 2-3 റേസുകൾ വരയ്ക്കുകയാണ്. അതിന് മുമ്പ് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് ഇവിടെ, എന്തോ ഒരു ക്യാൻഡിലോ അങ്ങനെ എന്തോ ഒരു ഒബ്ജക്റ്റ് ഞാൻ മിററിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ക്യാൻഡിലാണെന്ന് കരുതിയാൽ മതി. AB എന്നാണ് ക്യാൻഡിലിൻ്റെ പേര്, AB ആണ്. ഈ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. ആ ഇമേജ് കിട്ടാനുള്ള ടെക്നിക്ക് നമുക്കറിയാം. എയിന്ന് ഒരുപാട് ക്യാൻഡിലാണെന്ന് കരുതുക. എ എന്ന് പറഞ്ഞാൽ ക്യാൻഡിലിൽ നിന്ന് ഒരുപാട് റേസുകൾ ഒറിജിനേറ്റ് ചെയ്യുമല്ലോ അല്ലേ, ഒരുപാട് റേസുകൾ. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളത്. എയിന്ന് ഒരുപാട് ലൈറ്റ് റേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 ലൈറ്റ് റേസുകൾ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ഇമേജ് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ ഇമേജ് കിട്ടാനെങ്കിൽ എയിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇഷ്ടമുള്ള 2 റേസുകൾ സെലക്ട് ചെയ്യുക. ഒരുപാട് റേകളുണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റേ ആയിക്കോട്ടെ. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റേ ആണ് കേട്ടോ. ഹൊറിസോണ്ടലായിട്ടൊരു റേ വരുന്നുണ്ട്. എവിടുന്ന്? എയിന്ന്. ഒരുപാട് റേ ഉണ്ട്, ആ കൂട്ടത്തിൽ ഇങ്ങനൊരു റേ ഉണ്ട്. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഒരു റൂളായിട്ട്, എയിന്ന് വരുന്ന ഹൊറിസോണ്ടൽ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ, എയിന്ന് വരുന്ന ഹൊറിസോണ്ടൽ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിങ് ത്രൂ ദ ഫോക്കസ്. നമ്മളത് റൂളായിട്ട് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പോയിന്റിന് വല്ല M എന്നോ എന്തെങ്കിലും പേര് കൊടുത്താലോ. ഇങ്ങനെ വന്ന ആൾ റിഫ്ലക്റ്റ് ചെയ്ത് ഏതിൽ കൂടി പോവും? ഫോക്കസിൽ കൂടി പോവും. നമുക്കറിയാം, നമ്മളത് റൂളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ശരിയല്ലേ? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഗോകുല്, ഗൗരി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഐഷ, സിദ്ധാർത്ഥ്. എയിന്ന് വരുന്ന ഒരു റേ ഇങ്ങനെയാണ് പോകുന്നത്. എയിന്ന് ഒരുപാട് റേ ഉണ്ടല്ലേ, അതിൽ നിന്ന് ഒരാളെയും കൂടി പിടിക്കുക. എയിന്ന് വരുന്ന വേറൊരു റേ എടുത്താലോ. എയിന്ന് വരുന്ന ഒരു റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്ന റേ ആണ്. എയിന്ന് വരുന്ന വേറൊരു റേ ആണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി വരുന്ന റേ അതുവഴിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. റിട്രേസസ് ദ പാത്ത് എന്നും പറഞ്ഞ് നമ്മൾ റൂളായിട്ട് പഠിച്ചിട്ടുണ്ട്. കണ്ടില്ല? അതുവഴി തന്നെ റിട്ടേൺ ചെയ്യും. സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് വന്നാൽ അതേ റൂട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനൊരു റിഫ്ലക്ടർ റേ കാണാം, ഇങ്ങനൊരു റിഫ്ലക്ടർ റേ കാണാം. ഈ 2 റിഫ്ലക്ടർ റേയും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ കാണുന്നത്. ഏത്? ഈ A', ഈ പോയിൻ്റ്. അപ്പോൾ എയിന്ന് വരുന്ന 2 ലൈറ്റ് റേസിൻ്റെ റിഫ്ലക്ടർ റേ മീറ്റ് ചെയ്യുന്ന പോയിൻ്റുകളാണ് A'. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഇമേജാണ് A'. ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പ് പോയിൻറ്റിൻ്റെ ഇമേജ് ഇവിടെ ആയിട്ട് വരും. വെർട്ടിക്കലി ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജും വെർട്ടിക്കലായിരിക്കും. ക്യാൻഡിൽ വെർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഇമേജും വെർട്ടിക്കലായിട്ടായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ വെർട്ടിക്കലായിട്ട് ഞാൻ വരച്ചു. A', B' ഈസ് ദ ഇമേജ് ഓഫ് AB. AB എന്ന് പറഞ്ഞൊരു ക്യാൻഡിലുണ്ട്, അതിൻ്റെ ഇമേജ് A', B' ആണ് വരുന്നത്. നമുക്കത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലകീഴായിട്ടുള്ളൊരു ക്യാൻഡിൽ നമുക്ക് സ്ക്രീനിൽ കിട്ടും. നമ്മൾ നോക്കിയാലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. സ്ക്രീൻ വെച്ച സ്ക്രീനിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഇനി ഒരാളും കൂടി വരയ്ക്കട്ടെ കേട്ടോ. ഇതെല്ലാം വേണ്ടതാണ്. ഒരാളെയും കൂടി വരയ്ക്കണം. അപ്പോൾ റേസുകൾ ഒന്നും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഒന്ന് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആൾ ഫോക്കസ്, സി കൂടി വരുന്ന ആൾ അതുവഴി. ഈ 3 പോയിൻറ്റിനെ വെറുതെ വിടുന്നില്ല നമ്മൾ. സീനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഫോക്കസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പോൾ എന്ന് പറഞ്ഞ ആൾ അവിടെ വെറുതെ ഇരിപ്പുണ്ട്, അയാളെ യൂസ് ചെയ്യണം. അപ്പോൾ എയിന്ന് വരുന്ന വേറൊരു റേയും കൂടി വരയ്ക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. എയിന്ന് വരുന്ന വേറൊരു റേ ആണ്, പോളിലോട്ട് വരികയാണ്. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് A' കൂടി തന്നെ പോവും. എയിന്ന് വരുന്ന എല്ലാ റിഫ്ലക്ടർ റേയും A' മീറ്റ് ചെയ്തോളും. അതങ്ങനെ വരുള്ളൂ. എയിന്ന് വരുന്ന എല്ലാ റിഫ്ലക്ടർ റേസും അൾട്ടിമേറ്റ്ലി പാസിങ് ത്രൂ A'. അപ്പോൾ A', B' ആണ് ഇമേജ്. ഓക്കെ, സോറി, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? ഐഷ, സിദ്ധാർത്ഥ്, ഗൗരി, ഗോകുൽ. ഒരു മിനിറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്.
ഇനി ഇവിടെ നോക്ക്, നമുക്ക് എന്താ വേണ്ടത്? മിറർ ഫോർമുലയുടെ ഡെറിവേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മളിപ്പോൾ യുവും വിയും എഫ് എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ പ്രൂവ് ചെയ്യണത് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചിരുന്നോളൂ, ശ്രദ്ധ പോവരുത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഷെയ്ഡിങ് മാറ്റും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഷെയ്ഡിങ് ഞാൻ മാറ്റും. ഈ ഷെയ്ഡിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കാനേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമേ ഞാൻ ഷെയ്ഡ് ചെയ്യുള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? രണ്ട് റൈറ്റ് ആംഗിൾ ഇത് റൈറ്റ് ആംഗിൾഡ് ആണല്ലോ. ഇത് അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി തന്നെയാണ്. ഇത് കണ്ടില്ലേ? ഇത് അപ്രോക്സിമേറ്റ്ലി 90 തന്നെയാണ്. നമ്മളൊരു അപ്രോക്സിമേഷൻ ആണല്ലോ ഇത് 90 ആണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കുറച്ച് സമയം എടുത്തിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? നമ്മളിവിടെ എഴുതാൻ വേണം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതേതാ? കുറേ ടൈം എടുക്കട്ടെ ഇത് പറഞ്ഞു വരുമ്പോൾ. ട്രയാങ്കിൾ MPF എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾ തന്നെയാണത്. പിന്നെന്താണ് വേറൊന്ന്? A', B'. ട്രയാങ്കിൾ A', B', F എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ. ഇത് രണ്ട് സിമിലറാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ മറന്നുകൊണ്ടോ, എഫ് കോർണറായിട്ട് വരുന്ന വെർട്ടെക്സ് ആയിട്ട് വരുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് ബൈഹാർട്ടാക്കി വെച്ചാൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ മാറിപ്പോവില്ല. കാരണം ഇവിടെ ഒരുപാട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ആംഗിളുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേര്, ഫോക്കസ് മനസ്സിലായല്ലോ? ഫോക്കസ് വരുന്ന രീതിയിലുള്ള രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഫോക്കസ് കോമൺ വെർട്ടെക്സ് ആവുന്ന രീതിയിൽ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മറന്നു പോവില്ല. ഫോക്കസ് കോമൺ വെർട്ടെക്സ് ആവുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ബ്രാക്കറ്റിനകത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ എക്സാമിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ വരില്ല. കൺസിഡർ ട്രയാങ്കിൾസ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൺസിഡർ ട്രയാങ്കിൾസ് having F as the common vertex. Having F as the common vertex. ഇത് മറന്നു പോകരുത് കേട്ടോ. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഈ രണ്ട് ട്രയാങ്കിളും സിമിലറാണ്. സിമിലർ എന്ന് പറയാം, അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ടാൻ തീറ്റ എടുത്തതെന്ന് പറഞ്ഞാലോ. അതായത് ഇവിടെ നോക്കിയേ, ഒരു പൊടിക്കൊന്ന് ഇവിടുത്തെ മായ്ക്കട്ടെ, അതുപോലെ ഇവിടെ ഒരു പൊടിക്കൊന്ന് മായ്ക്കട്ടെ. ഈ രണ്ട് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ ആംഗിളും നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം കേട്ടോ. ഈ ആംഗിളും സെയിം അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സൂം ചെയ്യാം, മൊബൈലിൽ സൂം ചെയ്യാം, ലാപ്ടോപ്പിൽ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് സൂം ചെയ്യാറില്ല നമ്മൾ സാധാരണ, രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട്. അത് മൊബൈലിലും ചെയ്യാം, ലാപ്ടോപ്പിലും ചെയ്യാം. രണ്ട് ഫിംഗർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം വിസിബിൾ ആവും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. എഗ്രി ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഒന്ന് റിപ്ലൈ തന്നെ. എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുത്താലും രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുത്താലും സെയിം ആണ്. നമ്മളത് സിമിലർ ട്രയാങ്കിളായിട്ടും പറയാം കേട്ടോ. ഞാൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഈ തീറ്റ തന്നെയാണ് ഈ തീറ്റ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. മോഡിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് MP ആണ്. MP ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? MP ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് PF ആണ്. PF. അപ്പോൾ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ തന്നെയാണ് താഴെയുള്ള ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ. താഴെയുള്ള ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് നോക്കുകയാണെങ്കിൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് A', B' ആണ്. ഒന്ന് നോക്കിയേ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് A', B' ആണ്.
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി ഡാഷ് എഫ് വരും. ബി ഡാഷ് എഫ് ഇത് എഴുതിയത് ക്ലിയർ ആയല്ലോ. ഞാനിപ്പോൾ എഴുതിയത് ഇത് സിമിലർ ട്രയാങ്കിൾ ആണെന്നും പറഞ്ഞിട്ട് ഇത് എഴുതാം. സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ടാൻ തീറ്റ എന്നും പറഞ്ഞ് എഴുതിയതാണ്. അപ്പോൾ മുകളിലത്തെ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ തന്നെയാണ് താഴത്തെ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ, കാരണം രണ്ട് ആംഗിളും സെയിം ആണ്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഐഷ, സിദ്ധാർത്ഥ്, ഗോകുല്, ഗൗരി, ശരിയല്ലേ? ആ ഇനി ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കാം. ഈ എം പി എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും ഏകദേശം സെയിം തന്നെയല്ലേ? നോക്കിയേ, നിങ്ങൾ നോക്ക്. എ ബി കുറച്ച് വെർട്ടിക്കലായിട്ടാണ്, അല്ല കറക്റ്റ് വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. എം പി എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്കൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പൊടിക്കൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ദേ ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് സ്റ്റെപ്പുകളൊന്നും എഴുതണം കേട്ടോ. എവിടെയെങ്കിലും സൈഡിലായിട്ട് എഴുതാം. എന്താണ്? എം പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ബി. എക്സാമിന് സ്റ്റെപ്പുകൾ വേണമല്ലോ. അപ്പോൾ ഈ എം പി എന്ന് പറഞ്ഞാൽ സ്വല്പം വളഞ്ഞിരിക്കുന്ന ആളാണല്ലോ. നമുക്ക് എം പി എന്നുള്ളതിനെ നമ്മൾ എ ബി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദേ ആർ അപ്രോക്സിമേറ്റ്ലി സി ഈക്വൽ. ഒരു റെക്റ്റാങ്കിൾ പോലെയാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എം പി എന്ന് പറഞ്ഞ ആളെ നമുക്ക് എ ബി എന്നാക്കാം. അതിന് വേണ്ടിയാണ് എം പിക്ക് പകരം എ ബി ആക്കാം. എം പി ക്യാൻ ബി റിട്ടൺ ആസ് എ ബി. എ ബി ബൈ പി എഫ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ബൈ ബി ഡാഷ് എഫ്. ഒരു ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇവിടം വരെ നിങ്ങൾ നല്ലപോലെ ഒന്ന് നല്ലപോലെ വായിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറയാം. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് 100% ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആർക്കാണ് ഡൗട്ട്? ഞാൻ ഗൗരി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്? ഈ ട്രയാങ്കിൾ എടുത്ത കാര്യമാണോ ഡൗട്ട്? ഈ സ്റ്റെപ്പല്ലേ, ഈ സ്റ്റെപ്പല്ലേ ഡൗട്ട് ഗൗരി? അത് എന്താണെന്ന് വെച്ചാൽ ചെറിയ മാത്സാണ്, ഒന്നുമില്ല, 10th സ്റ്റാൻഡേർഡ് മാത്സ് തന്നെയാണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കാം. ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളുകളാണ്. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിളാണ്? ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അപ്പോൾ ഈ മുകളിലുള്ള ഇതിൻ്റെ ടാൻ തീറ്റ എടുത്താലും ഈ താഴത്തെ ആംഗിളിൻ്റെ ടാൻ തീറ്റ എടുത്താലും സെയിം ആണ്, കാരണം ഈ രണ്ട് ആംഗിളും സെയിം ആംഗിളുകളാണ്. അപ്പോൾ മുകളിലുള്ള ആംഗിളിൻ്റെ ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ ഗൗരി, അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താ? മുകളിലുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എം പി അല്ലേ ഗൗരി? മുകളിലുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എം പി ആണ്. അഡ്ജസൻറ്റ് സൈഡ് പി എഫ് ആണ്, പി എഫ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എം പി ബൈ പി എഫ്. മനസ്സിലായല്ലോ അല്ലേ? ഇനി താഴത്തെ ആംഗിളും സെയിം തന്നെയാണല്ലോ, ഇതേ ആംഗിളാണ് താഴത്തെ ആംഗിളും. അപ്പോൾ താഴത്തെ ആംഗിളിൻ്റെ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഈ താഴത്തെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഓപ്പോസിറ്റ് സൈഡ് എ ഡാഷ് ബി ഡാഷും അഡ്ജസൻറ്റ് സൈഡ് ബി ഡാഷ് എഫ് ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഈ ചെറിയ ട്രയാങ്കിളില്ലേ, റൈറ്റ് ആംഗിൾഡാ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എ ഡാഷ് ബി ഡാഷും അഡ്ജസൻറ്റ് സൈഡ് ബി ഡാഷ് എഫ് ആണ്. ടാൻ തീറ്റ എ ഡാഷ് ബി ഡാഷ് ബൈ ബി ഡാഷ് എഫ്. ഇപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും? ഗോകുലിന് മനസ്സിലായല്ലോ അല്ലേ? ഗോകുല് ക്ലിയർ അല്ലേ? ഗോകുലിന് ക്ലിയർ ആണ്. സിദ്ധാർത്ഥ് അപ്പോൾ നമുക്കൊരു ഇക്വേഷനായി 1 എന്ന് പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എക്സാമിന് ചിലർക്ക് മാറിപ്പോവും. തുടക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ തുടക്കം എഫ് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് ബൈ ഹാർട്ട് ആക്കിയാൽ നിങ്ങൾക്കിത് മറക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം തീർന്നു. ഷെയ്ഡിങ് വായിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ.
ഇനി വേറൊരാളുണ്ട്. ഇനി വേറെ ട്രയാങ്കിള് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോൾ ഇരിപ്പുണ്ട് അവിടെ അല്ലേ. പോള് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഞാനിവിടെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, കുറേ ട്രയാങ്കിളുകൾ എല്ലാവരും കൂടി വരുമ്പോൾ ഏതൊക്കെയാണെന്ന് മറന്നു പോകും. അപ്പോൾ ഞാനിവിടെ എഴുതാം, മറക്കാതിരിക്കാൻ. കൺസിഡർ ട്രയാങ്കിൾസ് ഹാവിങ് പി പോള് ആസ് ദ കോമൺ വെർട്ടെക്സ്. റൈറ്റ് ആംഗിൾഡ് ആണ് കേട്ടോ കോമൺ വെർട്ടെക്സ്. അപ്പോൾ ഫോക്കസ് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അത് കഴിഞ്ഞിട്ട് പോള് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഞാനത് കാണിച്ചു തരാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, പോളല്ലേ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിയേ, പോള് ഒരു വെർട്ടെക്സ് ആണ് ഇതിന്. അതുപോലെ അതിൻ്റെ താഴെ വേറൊരാളിരിപ്പുണ്ട്. ഷെയ്ഡ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്, കളർ മാറ്റണോ, ഒരു മിനിറ്റ്. കണ്ടില്ലേ, പോള് കോമൺ വെർട്ടെക്സ് ആവുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ആണോ? എന്താരും മിണ്ടാത്തത്, ശരിയല്ലേ? നോ റെസ്പോൺസ്. മറക്കരുത് കേട്ടോ. പോള് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. അപ്പോൾ അത് ഏതൊക്കെ ട്രയാങ്കിളാണ് അപ്പോൾ ഇവിടെ എഴുതി വെക്കേണ്ടത്? ഏതൊക്കെയാ? ABP അല്ലേ, ABPയും പിന്നെ വേറെ ഏതാണ് അതിന് താഴെ ട്രയാങ്കിൾ A', B', Pയും. ഈ രണ്ട് ട്രയാങ്കിളാണ്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസുകളാണ്. ഞാനത് പക്ഷേ ടാൻ തീറ്റ എന്നും പറഞ്ഞാണ് റേഷ്യോ എടുക്കുന്നത്. സിമിലർ ട്രയാങ്കിളിന് റേഷ്യോസ് സെയിം ആണെന്ന് അറിയാം, 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പലർക്കും സിമിലർ എന്ന് പറയുമ്പോൾ ഡൗട്ട് വരുന്നത് കൊണ്ട് ഞാൻ ടാൻ തീറ്റ എന്ന് പറയുന്നതാണ്. ഇവിടെ നോക്കാം എല്ലാവരും, ഈ ആംഗിള് തീറ്റയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വേണമെങ്കിൽ സൂം ചെയ്യാം. ഈ ആംഗിളും സെയിം ആണ്. ഈ രണ്ട് ആംഗിളും സെയിം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് റൂളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പോളിലോട്ട് വരുന്ന റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരമാണ്. അതായത് ഈ ആംഗിളും ഈക്വൽ ആവുന്ന രീതിയിലാണ് ഈ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഡൗട്ട് പറഞ്ഞാൽ മതി. മുകളിലുള്ള തീറ്റ തന്നെയാണ് താഴത്തെയും തീറ്റ. മുകളിലുള്ള ടാൻ തീറ്റ എടുക്ക്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ മുകളിലുള്ള തീറ്റ. മുകളിലുള്ള തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. ഒന്ന് നോക്കിയേ, മുകളിലുള്ള തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സ്റ്റെപ്പ് തന്നെയുണ്ടോ ഞാൻ പറയുന്നത്. മുകളിലുള്ള തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. മുകളിലുള്ള തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് BP ആണ്. BP ഒന്ന് ശരിയല്ലേ നോക്കിയാൽ, BP കറക്റ്റാ. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ABയും അഡ്ജസൻറ്റ് സൈഡ് BP ആണ്. ഇനി താഴത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുക്കാൻ പോവാണ്. താഴത്തെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് A', B' ആണ്. താഴത്തെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? A', B'. പിന്നെ താഴത്തെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് B', P ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇവിടം വരെ നിങ്ങൾ നല്ലപോലെ വായിക്കുക. ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വായിക്കുക. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു. ഗോകുൽ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, ഒരു മിനിറ്റ്. നെക്സ്റ്റ്, ഇനി വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്നുള്ളത് മനസ്സിലായി. ഫോക്കസ് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, പോള് കോമൺ വെർട്ടെക്സ് ആവുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി ഞാൻ ഇക്വേഷൻ 1/2 ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഇക്വേഷൻ 1/2 ചെയ്യാൻ പോവാണ്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇക്വേഷൻ 1/2 ചെയ്യുമ്പോഴേ എല്ലാവരും ഒന്ന് നോക്കിയേ. 1/2 ചെയ്യുക. കുറേ ആൾക്കാരൊക്കെ വെട്ടിപ്പോവും, അതിന് വേണ്ടിയാണ്.
ഇക്വേഷൻ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യുക. ഇയാളും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലെഫ്റ്റ് സൈഡ് തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 1/2. അപ്പോൾ അവിടെ AB/PF ഡിവൈഡ് ബൈ ഇവിടെ AB/BP. അപ്പോൾ ഇവിടെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ഡിവിഷൻ ചെയ്യണം. ഇയാളും തമ്മിൽ റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡ് തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ A'(B')/B'(F). വളരെ ശ്രദ്ധിച്ചെഴുതുക. ഒരു ഡാഷ് വിട്ടുപോയി കഴിഞ്ഞാൽ ടേമുകൾ മാറി. ഒരു ഡാഷ് വിട്ടുപോയി കഴിഞ്ഞാൽ ടേമുകൾ മാറും. വളരെ ശ്രദ്ധിച്ചെഴുതുക. ഇങ്ങനെ കിട്ടും. ഇതും ഓക്കെ ആയല്ലോ എല്ലാവരും? 1/2 ചെയ്തത് അല്ലേ? ശരിയാണോ? എവിടെ ഗോകുല്, സിദ്ധാർത്ഥ ഡൗട്ടൊന്നും ചോദിക്കണില്ലല്ലോ? സിദ്ധാർത്ഥിന് മനസ്സിലായോ ഈ പറഞ്ഞ കാര്യം? കുറേ ആൾക്കാർ പോകും, നോക്കിക്കോ. ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഇവിടെ എഴുതിക്കോട്ടെ. AB/PF ഇൻറ്റു, നിങ്ങൾക്കറിയാം ഡിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവിഷൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ BP/AB വരും. BP/AB വരും. റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. B'(P/A')B'. നിങ്ങൾ എഴുതി പഠിക്കണോട്ട് ഇത്. ഓക്കെ, നിങ്ങൾക്കതറിയാമല്ലോ. ഡിവിഷൻ ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയാം. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ വെട്ടിപ്പോണേന്ന് നമുക്ക് നോക്കിയാലോ. പോണ ആൾക്കാർ ഇവിടെ ഒരു ABയും ഇവിടുത്തെ ഒരു AB വെട്ടിപ്പോവും. ഇവിടെ ഒരു A'(B') ഇവിടുത്തെ ഒരു A'(B') പോവും. ഓക്കെ, അത് മനസ്സിലായി. ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഗൗരിക്ക് ക്ലിയറായി. ഐഷ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയോ? ഐഷ, ഞാൻ ഇക്വേഷൻ 1/2 ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇക്വേഷൻ 1/2 ചെയ്തു. ഇത് കഴിഞ്ഞെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞു. ഗോവിന്ദ് കഴിഞ്ഞു. ഐഷ കംപ്ലീറ്റ് ആണ്. ഗോകുല് കംപ്ലീറ്റ് ആണ്. സിദ്ധാർത്ഥ് ഓക്കെ ആണല്ലോ അല്ലേ? സിദ്ധാർത്ഥ് ആ. അപ്പോൾ എനിക്ക് ആ ഡയഗ്രാം ഒന്നുകൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ചെയ്യട്ടെ. അതിവിടെ ഓൾറെഡി ഉണ്ട്. അത് ഓക്കെ. മാഗ്നിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മാഗ്നിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ആദ്യം മിറർ ഫോർമുല ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നത്. ഇവിടം വരെ ക്ലിയറായി. ഓക്കെ, ഇവിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ഈ എഴുതിയ സ്റ്റെപ്പ് എന്തെന്നാണ്? അപ്പോൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം എന്താ കിട്ടുന്നത്? അതൊന്നുകൂടി എഴുതിക്കോട്ടെ. വെട്ടിക്കളഞ്ഞതിന് ശേഷം കിട്ടുന്നത് BP/PF അല്ലേ? BP/PF. ഒരു മിനിറ്റ്, ഇതെന്താ? ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത് എന്തായിരുന്നു? BP/PF. മിനിറ്റ്.
ബി പി ബൈ പി എഫ്. ബി പി ബൈ പി എഫ് ബോറിംഗ് ആയിട്ട് തോന്നല്ലേ കേട്ടോ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാണ്. ബി പി ബൈ പി എഫ് എന്താ കിട്ടിയത് നമുക്ക്? ബി പി ബൈ പി എഫ് നമുക്ക് ചെയ്തു വന്നപ്പോൾ കിട്ടിയത് ബി ഡാഷ് പി ബൈ ബി ഡാഷ് എഫ് അല്ലേ. ബി പി ബൈ പി എഫ് ബി ഡാഷ് പി ബൈ ബി ഡാഷ് എഫ്. ബി ഡാഷ് പി ഡിവൈഡ് ബൈ ബി ഡാഷ് എഫ്. ഒരു ലെറ്റർ മാറിയ കംപ്ലീറ്റ് തെറ്റും, അങ്ങനെയാണ് അല്ലേ. ഇവിടം വരെ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഇവിടം വരെ ക്ലിയർ ആയി, ശരിയാണ്. ആ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ യുവും വിയും എഫ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബിയും അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഇതിനകത്തെ ഒന്നുകൂടി ബി പി അല്ലേ, എല്ലാ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും പോളിന്ന് വരണം. ബി പി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ബി പി തന്നെ. പി എഫിനെ നമ്മൾ എഫ് പി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ. പി എഫ് എന്ന് പറഞ്ഞാലും എഫ് പി എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണല്ലോ. പി എഫിനെ ഞാൻ എഫ് പി എന്ന് എഴുതട്ടെ. അത് നിർബന്ധമുള്ള സ്റ്റെപ്പൊന്നും ആയിട്ടല്ല കേട്ടോ, നിർബന്ധമുള്ള സ്റ്റെപ്പായിട്ടല്ല അത്. ഇവിടെ ബി ഡാഷ് പി ഉണ്ട്, ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതുന്നു. ഇവിടെ ബി ഡാഷ് എഫ് ഉണ്ട്. നമുക്ക് എല്ലാ ഡിസ്റ്റൻസും പോളിന്ന് കിട്ടണം. ഇവിടെ ഇതുവരെ കുഴപ്പമില്ല. ബി പി എന്ന് പറഞ്ഞാൽ പോളി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. എഫ് പി എന്ന് പറഞ്ഞാൽ എഫ് ഇന്ന് പോളിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ ബി ഡാഷ് ഇന്ന് പോളി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ബി ഡാഷ് എഫ് ശരിയായില്ല. ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ ബി ഡാഷിനും ഫോക്കസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയി പോയി. ഈ ഡയഗ്രം ഒന്ന് ശരിക്കും ഒന്ന് നോക്കിയേ. ബി ഡാഷ് എഫിന് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്ക്. ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ ബി ഡാഷ് പി എന്ന് ഈ എഫ് പി മൈനസ് ചെയ്താൽ പോരെ. നോക്കിയേ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ. ഈ ബി ഡാഷ് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡാഷ് എഫിനെ ബി ഡാഷ് പി എന്ന് എഫ് പി മൈനസ് ചെയ്താൽ പോരെ, ശരിയാണോ? എവിടെ ആരും ഉണ്ടെന്നില്ലല്ലോ. ആ, അപ്പോൾ ബി ഡാഷ് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡാഷ് പി അങ്ങനെ എഴുതാം. ബി ഡാഷ് പി മൈനസ് എഫ് പി അല്ലേ, എഫ് പി. അപ്പോൾ പോളി എന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വരണം. നമ്മളെല്ലാ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോളി എന്നാണ് എടുക്കുന്നത്. ഇനി നമ്മൾ യുവും വിയും എഫ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സൈൻ കൺവെൻഷൻ ചെയ്യാനുണ്ട്. അത് പലർക്കും ഭയങ്കര ഡൗട്ടാണ് ഈ സൈൻ കൺവെൻഷൻ. ബി പി അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബി പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുകളാണ്. ബി പി എന്ന് പറയുമ്പോൾ ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ്. ബി പി എഴുതുമ്പോൾ നമ്മൾ സൈൻ എഴുതാറില്ല. ബി പി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് മുതൽ പി എന്ന് പറഞ്ഞ പോയിൻ്റ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൈൻ ഒരിക്കലും പറയില്ല. ബി പി ഒരു പോസ്റ്റ് നമ്പറാണ്. ബി പി എന്താണ്? ഒരു പോസ്റ്റ് നമ്പറാണ്. നമ്മൾ യുവും വിയും എഫ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബി പി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാമോ? ബി പി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് മിറർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. ബി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളല്ലേ നമ്മൾ ഒബ്ജക്റ്റ്. ബി പി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് മിറർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ബി പി. അപ്പോൾ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശരിക്കും? ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ്. ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ ഒരു സൈൻ ഇടാനുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ വേർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. വേർ ബി പി എന്ന് പറഞ്ഞാൽ സൈൻ ഇല്ലാതെ പറയുമ്പോൾ യു ആണ്. കാരണം ഒബ്ജക്റ്റ് മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ യു എന്നാണ് പറയാം. ബി പി യു ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആസ് പെർ ദിസ് ഡയഗ്രാം യു ഈസ് എ നെഗറ്റീവ് നമ്പർ. ഈ ഡയഗ്രാം പ്രകാരം യു നെഗറ്റീവാണ്. പക്ഷേ ബി പി നെഗറ്റീവ് അല്ല. ബി പി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് മുതൽ പോൾ വരെ എത്ര അകലുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ പറയില്ല. അപ്പോൾ ബി പി ഒരു പോസിറ്റീവ് നമ്പറാണ്. പക്ഷേ സൈൻ കൺവെൻഷൻ പ്രകാരം യു ഒരു നെഗറ്റീവ് നമ്പറാണ്. ഈ ഡയഗ്രാം പ്രകാരം യു ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് നമ്പറിൻ്റെ ഫ്രണ്ടിൽ, ഇയാളൊരു നെഗറ്റീവ് നമ്പറാണല്ലോ, ഈ നെഗറ്റീവ് നമ്പറിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് ഇട്ടാലോ എന്താവും? അപ്പം നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ് നമ്പർ എന്നായി മാറും ഇപ്പോൾ ഇത് അല്ലേ. നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ്, നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോളും അല്ലേ. അപ്പോൾ എങ്ങനെയാണോ ഒന്നുകൂടി പറഞ്ഞുതരാം. സിമ്പിളാണ്.
അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടിയും പറയുകയാണ്. ബി പി എന്ന് പറഞ്ഞാൽ യു ആണ് നമുക്കറിയാം. ഒബ്ജക്റ്റിൽ നിന്ന് മിറർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആര് ബി പി എന്ന് പറയുന്ന ആൾ. അപ്പോൾ സൈൻ കൺവെൻഷനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സൈൻ കൺവെൻഷനെ പറ്റി ആലോചിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബി പി യു തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ നമ്മൾ സൈൻ കൺവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഡയഗ്രാം പ്രകാരം യു നെഗറ്റീവായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഡയഗ്രാം പ്രകാരം പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം എന്ന് റൂളുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം പ്രകാരം യു നെഗറ്റീവാണ്. പക്ഷെ ബി പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലോ. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നിന്ന് മാത്രമേ ബി പിക്ക് മീനിങ് ഉള്ളൂ. ബി പി ഒരു പോസിറ്റീവ്, പക്ഷേ യു ഒരു നെഗറ്റീവ്. അപ്പോൾ ഇയാൾ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് നമ്പറാണ് യു, എന്തോ ഒരു നെഗറ്റീവ് നമ്പറാണെന്ന് അറിയാം. ഈ നെഗറ്റീവ് നമ്പറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വേറൊരു നെഗറ്റീവ് ഇട്ടു. അപ്പോൾ റൈറ്റ് സൈഡ് നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ് എന്നായി മാറിയപ്പോൾ അല്ലേ, റൈറ്റ് സൈഡ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് ഓഫ് സം നെഗറ്റീവ്, അത് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് കൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ മൈനസ് യു ഈസ് എ പോസിറ്റീവ് നമ്പർ. റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിച്ചോ എല്ലാവരും? ബി പി = മൈനസ് യു എന്ന് എഴുതിയത് ശ്രദ്ധിച്ചോ? എവിടെ? ആ, വേണമെങ്കിൽ റെക്കോർഡും കൂടി അയച്ചു തരാം. പറഞ്ഞത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 2 തവണ പറഞ്ഞു. ബി പിയുടെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഫ് പി നോക്കാം. എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് അല്ലേ. എഫ് പി ഫോക്കസിൽ നിന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സൈനെ പറ്റി ആലോചിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എഫ് പി എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. പക്ഷെ സൈൻ കൺവെൻഷൻ പ്രകാരം ഈ ഡയഗ്രാം പ്രകാരം എഫ് നെഗറ്റീവാണ്. പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഫോക്കൽ ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ഒരു നെഗറ്റീവ് നമ്പറാണ്, എന്തോ ഒരു നെഗറ്റീവ് നമ്പറാണ് ഈ എഫ്. പക്ഷേ എഫ് പി പോസിറ്റീവാണ്. എഫ് മുതൽ പി വരെ എത്ര അകലുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എഫ് ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്, അപ്പോഴാണ് പ്ലസ് ആവാം. എഫ് ഓൾറെഡി ഒരു നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ചെയ്താലല്ലേ പോസിറ്റീവായിട്ട് കൈ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബി ഡാഷ് പി ഉണ്ട്. ബി ഡാഷ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡാഷ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ്, അത് ഇമേജിൽ നിന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസാണ് ബി ഡാഷ് പി. ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്, അതിന് നമ്മൾ വി എന്നാ പറയുക. ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേര് വി എന്നാ. അപ്പോൾ ബി ഡാഷ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി. സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വി ആണ്. പക്ഷെ ഇവിടെയുണ്ട് പ്രശ്നം. ഈ ഡയഗ്രാം പ്രകാരം ബി ഡാഷ് പി ഒരു നെഗറ്റീവ് നമ്പറാണ്, ലെഫ്റ്റ് സൈഡിലോട്ട് വന്നതുകൊണ്ട്. അപ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയിക്കോളും. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പ്ലസ്. കാരണം ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ ബി ഡാഷിനും പിക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ്, പോസിറ്റീവാണ്. എഫ് പി ഞാൻ പറഞ്ഞതല്ലേ, എല്ലാം ഇല്ലിപ്പോൾ ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ ഈ പറഞ്ഞ ഇക്വേഷനിൽ ഇതേ കണ്ടില്ലേ, ഇവിടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ബി പി എന്ന് പറഞ്ഞാൽ അപ്പോൾ മൈനസ് യു എന്ന് എഴുതിക്കോട്ടെ. ബി പിക്ക് വരും മൈനസ് യു എഴുതി. എഫ് പിക്ക് പകരം മൈനസ് എഫ് എഴുതാൻ പോവാം. ഇവിടെ ബി ഡാഷ് പിക്ക് പകരം എന്ത് എഴുതണം? ബി ഡാഷ് പിക്ക് പകരം മൈനസ് വി എന്ന് എഴുതണം. നിങ്ങളെടുത്തിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യാട്ടോ. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് പറയട്ടെ. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ മൈനസ് വി, എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മൈനസ് എഫ്. ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ. ഇത്രയും പറഞ്ഞതിൽ ഡൗട്ടുള്ളവർ ചോദിക്കാം. ഇത് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യുക. ഇനിയുണ്ട് സ്റ്റെപ്പുകൾ. കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഡെറിവേഷൻ കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ ആ ഡെറിവേഷൻ പഠിച്ചാൽ മതി. കോൺവെക്സ് മിറർ ഉപയോഗിച്ചിട്ടും ഡിറൈവ് ചെയ്യാൻ പറ്റും, ഇത് ആൻസർ തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഒരു മിറർ സെലക്ട് ചെയ്യുള്ളൂ ഡെറിവേഷന് വേണ്ടി. സിദ്ധാർത്ഥ് ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവരും കഴിഞ്ഞു അല്ലേ? ഇവിടെ മൈനസ് മൈനസ് വെട്ടിപ്പോവും, മുകളിലും താഴെ മൈനസ് വെട്ടിപ്പോയിട്ട് u/f. റൈറ്റ് സൈഡിൽ മുകളിലൊരു മൈനസ് വി ഉണ്ട്, താഴെ ഇവിടെ ഒരു മൈനസ് വി ഉണ്ട്. ഗൗരി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മൈനസ് വി ഉണ്ട്. ഇവിടെ മൈനസ് ഓഫ് മൈനസ് എഫ് കാണുന്നുണ്ടോ? മൈനസ് ഓഫ് മൈനസ് എഫ് പ്ലസ് എഫ് ആണ്. ഇങ്ങനെ വരും. നമുക്ക് എങ്ങനെ എത്തിക്കണ്ടേ? 1/u + 1/v = 1/f അല്ലേ? ഓക്കെ, നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ചെയ്തൂടെ? u ഇൻറ്റു ദിസ് അല്ലേ, ഇങ്ങനെ ക്രോസ് ചെയ്യാം. u ഇൻറ്റു -v + f. ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലേ? -v ഇൻറ്റു f -vf. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. u ഇൻറ്റു -v എന്ന് പറഞ്ഞാൽ -uv ആണ്. u ഇൻറ്റു f എന്ന് പറഞ്ഞാൽ uf ആണ്. റൈറ്റ് സൈഡിൽ -vf ആണ്. ഇതൊന്നുകൂടി ഒന്ന് ശരിയാക്കി എടുക്കാം. ഇനി വേഗം കിട്ടും. ഇനി അടുത്ത അധികം സ്റ്റെപ്പുകളില്ല. ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവാണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് വരട്ടെ, ആ -uv അങ്ങോട്ടും പോട്ടെ. ചെറിയൊരു അറേഞ്ച്മെൻറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ uf ലെഫ്റ്റ് സൈഡിലുണ്ടല്ലേ, -vf ഇങ്ങോട്ട് പോന്നു, -uv അങ്ങോട്ടും പോയി. ഇങ്ങനെ കിട്ടും uvf. ഇനി കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ വേണ്ടത് നമുക്ക് വേണ്ട പോലെ ആയിട്ടില്ല അല്ലേ? എന്താ 1/u + 1/v = 1/f. ഞാനൊരു സ്റ്റെപ്പ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ എല്ലാവരും. ഓർത്ത് വെച്ചോളോ. ഇവിടെ uvf കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ uvf കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ uvf കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ആ പറഞ്ഞ ലുക്ക് കിട്ടണമല്ലോ. 1/u + 1/v എന്നൊക്കെ പറഞ്ഞു വരട്ടെ. എല്ലാ സൈഡിലും uvf കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തേര്. അത് ഇക്വേഷൻ അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അത് ഇക്വേഷനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ u ഒരെണ്ണം വെട്ടിപ്പോയി, അറിയാമല്ലോ. ഇവിടെ ഒരു u വെട്ടിപ്പോവും, f ഒരെണ്ണം പോവും, ഇവിടെ 1/v വരും. കളഞ്ഞു കഴിഞ്ഞാൽ 1/v വരും. ഇവിടെ v ഒരെണ്ണം പോവും, f ഒരെണ്ണം പോവും, 1/u വരും. റൈറ്റ് സൈഡിൽ uv പോയിട്ട് 1/f വരും. വേണമെങ്കിൽ ഓർഡർ മാറ്റാം. 1/u + 1/v = 1/f. ഇതാണ് നമ്മളെ മിറർ ഫോർമുല. നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്തതാണ്. ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തുള്ളത്. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ആൻഡ് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ. എഴുതി കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ, ഗൗരി ക്ലിയർ ആണ്. ഗോവിന്ദ് ഓക്കെ അല്ല, ഗൗരി ഓക്കെയാണ്. ഓക്കെ, സിദ്ധാർത്ഥ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സിദ്ധാർത്ഥ്, ഗോകുൽ, ഐഷ, നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ വിചാരിക്കുക ഇതെനിക്കറിയാം, എക്സാമിൻ്റെ സമയത്ത് സ്റ്റക്കാവും. സിദ്ധാർത്ഥ് എന്താണ് റൈസ് ഹാൻഡ് ചെയ്യുന്നില്ലല്ലോ? മനസ്സിലായോ സിദ്ധാർത്ഥ്? ഇനി ഒരാളും കൂടി ഡിറൈവ് ചെയ്യാനുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ഏതാ -v/u എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടി ഇതിൻ്റെ കൂടെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. മാഗ്നിഫിക്കേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം. മാഗ്നിഫിക്കേഷൻ
ഒരു മിനിറ്റ്. ഇപ്പോൾ എല്ലാവരോടും ശ്രദ്ധിച്ചിരുന്ന മാഗ്നിഫിക്കേഷൻ. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എന്താണ് H'/H അല്ലേ മാഗ്നിഫിക്കേഷൻ അല്ലേ സിദ്ധാർത്ഥ് ഗൗരി? H'/H അല്ലേ മാഗ്നിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇതിനു മുമ്പേ എഴുതിയ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യും, പറഞ്ഞുതരാം. 1, 2 എന്ന് പറഞ്ഞ് 2 ആൾക്കാരുണ്ട്. അതിനകത്ത് 2ലുണ്ട് ആര്, AB ഉണ്ട്, A', B' ഉണ്ട്. AB പ്രസൻ്റ് ആണ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് പ്രസൻ്റ് ആണ്, A', B' ഇമേജിൻ്റെ സൈസ് പ്രസൻ്റ് ആണ്. ഇതിൽ ആ രണ്ടാമത്തെ ആളെ പിടിക്കാം. ഓക്കെ, പിന്നെ അതിന് വേണ്ടി രണ്ടാമത്തെ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്ത് ടാൻ തീറ്റ എടുത്ത് സമയം കളയണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റൗണ്ട് ചെയ്തത്. അപ്പോൾ 1, 2ൽ ഏത് സെലക്ട് ചെയ്യുക? രണ്ടാമത്തെ ആൾ AB/BP ഈക്വൽ ടു A'/B'/B'. മറന്നോ വരുത് കേട്ടോ, രണ്ടാമത്തെ ആൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതൊന്നുകൂടി എഴുതാണ്, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, അതൊന്നുകൂടി എഴുതാണ്. ഏതാണ് രണ്ടാമത്തെ ഇക്വേഷൻ? ഞാൻ ഒന്നുകൂടി എഴുതാണ്. എന്തായിരുന്നു എഴുതിയത്? അത് നോക്കി പകർത്താണ്. എന്തായിരുന്നു? AB/BP അല്ലേ, AB/BP ഇവിടെ എഴുതാം. AB/BP ഈക്വൽ ടു A'/B'/B'. എന്ന് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു സിമ്പിൾ മാത്സ് 2 ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇത് എങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ AB/A'/B' അല്ലേ, AB/A'/B'. ഇവിടെ താഴെ BP/B'. എഴുതിയത് ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? എഴുതിയത് മനസ്സിലായി? എന്തേ ഞാൻ റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ്. കേട്ടല്ലോ, റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുത്താൽ A'/B'/AB. റെസിപ്രോക്കൽ എടുത്തൂടെ? ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുത്താൽ റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുത്താൽ റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ എടുത്തു. ജസ്റ്റ് ഒരു മിനിറ്റ്, ടിപ്പ് വരാം അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, സൈൻ കൺവെൻഷനിലോട്ട് തിരിച്ചു വരാൻ കേട്ടോ. സൈൻ കൺവെൻഷൻ ഇല്ലാണ്ട് പറ്റില്ല. ഈ A'/B' നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റ് അല്ലേ, ഈ A'/B' അല്ല, A'/B' ഇമേജിൻ്റെ ഹൈറ്റാണ്. നമ്മളത് H' എന്നാണ് എഴുതുക. നമ്മളെന്തെന്ന് എഴുതുക? H'. അപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാണ് കേട്ടോ. വേർന്ന് പറഞ്ഞ് തുടങ്ങാൻ പോവാണ്. വേർ ആരാണ് ഈ A'/B'? A'/B' എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റാണ്. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണില്ലെങ്കിൽ H' എന്ന് എഴുതാം. കാരണം ഇമേജിൻ്റെ സൈസിനെ നമ്മൾ H' എന്നാണ് എഴുതാറ്. സൈൻ കൺവെൻഷൻ നോക്കുന്നില്ലെങ്കിൽ A'/B' H' ആണ് കേട്ടോ. പക്ഷേ സൈൻ കൺവെൻഷൻ നോക്കുന്നുണ്ട്. ഈ ഡയഗ്രം പ്രകാരം H' നെഗറ്റീവാണ്. ഈ ഡയഗ്രം പ്രകാരം, കാരണം താഴേക്ക് പോകുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസുകളെല്ലാം നെഗറ്റീവാണ്. ഈ അറിയാമല്ലോ, ഹൊറിസോണ്ടൽ ആക്സിസ് ആണല്ലോ. താഴോട്ട് പോകുന്ന വെർട്ടിക്കൽ ഹൈറ്റുകളെല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കുക സൈൻ കൺവെൻഷൻ. അപ്പോൾ ഈ ഡയഗ്രം പ്രകാരം H' ഒരു നെഗറ്റീവ് നമ്പറാണ് ഡയഗ്രം പ്രകാരം. പക്ഷേ A'/B' എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. A'/B' എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എത്ര അകലുണ്ട്. അപ്പോൾ A'/B' ഡിസ്റ്റൻസ് ആണ്, നമ്മളത് നെഗറ്റീവായി, അത് പോസിറ്റീവാണ്. A'/B' ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ആണ്, പോസിറ്റീവാണ്. പക്ഷെ സൈൻ കൺവെൻഷൻ പ്രകാരം H' നെഗറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ചെയ്യുമ്പോഴാണല്ലോ പോസിറ്റീവായിട്ട് കൈ കിട്ടുള്ളൂ. അപ്പോൾ A'/B' എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പർ എന്തായിരിക്കണം? മൈനസ് ഓഫ് H' ആയിരിക്കണം. അപ്പോഴാണത് മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആകുന്നത്.
അപ്പോൾ ഇനി നമ്മൾ ആരാ എ ബി ഉണ്ടല്ലേ, എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ സൈസ് നമ്മൾ എച്ച് എന്നാണ് എഴുതാറ്. ഈ ഡയഗ്രാം പ്രകാരം എച്ച് പോസിറ്റീവാണ്. ഈ ഡയഗ്രാം പ്രകാരം എച്ച് പോസിറ്റീവാണ്. എ ബിയും പോസിറ്റീവാണല്ലോ, കാരണം എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിനല്ലേ നമ്മൾ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി പോസിറ്റീവാണ്, എച്ചും പോസിറ്റീവാണ്. അപ്പോൾ സൈൻ മാച്ചിങ് ആണ്, അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട. എ ബി പോസിറ്റീവാണ്, ഡിസ്റ്റൻസാണ്. എച്ചും പോസിറ്റീവാണ് ഈ ഡയഗ്രാം പ്രകാരം. രണ്ട് സൈഡും സൈൻ കറക്റ്റാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കാം. ഈ ബി ഡാഷ് പി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അത് വെറുതെ അത് നോക്കി എഴുതിയാൽ പോരെ. വെറുതെ എന്തിനാ പറഞ്ഞത് വീണ്ടും പറയുന്നത് അല്ലേ? ബി ഡാഷ് പി എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ മൈനസ് ഫി. ഇതിന് മുമ്പ് എഴുതിയത് അതുപോലെ തന്നെ അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. ബി ഡാഷ് പി മൈനസ് വി ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് അവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ബി ഡാഷ് പി ഇതിന് മുമ്പ് എഴുതിയതാണ്, ജസ്റ്റ് പകർത്താണ്. ബി പി ഇതിന് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടാവണമല്ലോ, ബി പി. യെസ്, അത് വീണ്ടും പകർത്താം. ബി പി മൈനസ് യു, ബി പി മൈനസ് യു. നേരത്തെ എഴുതിയത് രണ്ടാമത് എഴുതി, പിന്നെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, പറഞ്ഞത് തന്നെ വീണ്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അവസാനം കിട്ടിയതിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ഡാഷ് വരും. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ഡാഷ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ആണ്. പിന്നെ ബി ഡാഷ് പി ഉണ്ട്. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ മൈനസ് വി ആണ്. ബി പി എന്ന് പറഞ്ഞാൽ മൈനസ് യു ആണ്. അപ്പോൾ മൈനസ് എച്ച് ഡാഷ് ബൈ എച്ച് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആ മൈനസ് മുകളിലും താഴെ വെട്ടിപ്പോവും. വി ബൈ യു കിട്ടും. വി ബൈ യു മൈനസ് വെട്ടിപ്പോയി. ഇവിടെയുള്ള മൈനസിനെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന മൈനസിനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ എച്ച് ഡാഷ് ബൈ എച്ച് ഈക്വൽ ടു ഇവിടെയുള്ള മൈനസ് അപ്പുറത്തോട്ട് പോയപ്പോൾ മൈനസ് വി ബൈ യു എന്നായി. എന്താണ് ഈ എച്ച് ഡാഷ് ബൈ എച്ച്? അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇമേജിൻ്റെ സൈസ് ബൈ ഒബ്ജക്റ്റിൻ്റെ സൈസ് ബൈ കൺസിഡറിങ് ദ സൈൻ കൺവെൻഷൻ. എച്ച് ഡാഷ് ബൈ എച്ച് അതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ എമ്മിൻ്റെ ഫോർമുല റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പഠിച്ചിട്ടുള്ളതും കൂടിയാണല്ലേ. അപ്പോൾ ഇതൊന്നും എല്ലാവരും എഴുതിയെടുക്കുക. അപ്പോൾ രണ്ട് ഫോർമുലാസുകളാണ് ഞാൻ ഡിറൈവ് ചെയ്തത്. ഒന്ന് മിറർ ഫോർമുല, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയും കൊണ്ടുവരുന്നത്. എഴുതിയെടുക്കുക. കഴിഞ്ഞെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഐഷ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി സ്റ്റെപ്പ് പോലും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ എല്ലാ സ്റ്റെപ്പുകളും എഴുതിയിട്ടുണ്ട്. അവർ ആ രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ. ഡിറൈവ് മിറർ ഫോർമുല എന്ന് പറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ കാണിക്കണ്ട. പക്ഷേ എനിക്ക് തോന്നണം അവർ ഡിറൈവ് മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ അങ്ങനെ വരാനാണ് സാധ്യത. മിറർ ഫോർമുല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ മാഗ്നിഫിക്കേഷൻ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സിദ്ധാർത്ഥ് ഡൗട്ട് ഉണ്ടോ? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഒന്നുകൂടി പലതവണ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ തനിയെ കാണാതെ ഒന്ന് എഴുതി നോക്കുക. ഇത് വളരെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ, ഡെറിവേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇത് മതി. ഇന്നിപ്പോൾ 2 ഡെറിവേഷൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഫാസ്റ്റായിട്ട് പറഞ്ഞ് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് വളരെ സ്ലോവിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മിററിൻ്റെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റിഫ്രാക്ഷനും ലെൻസൊക്കെയാണ് അടുത്തത്. ഇനി അങ്ങോട്ട് ലെൻസിൻ്റെ കാര്യങ്ങളാണ്, റിഫ്രാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.
അപ്പോൾ ലീവ് ചെയ്യണേ ഞാൻ.